ഇംഗ്ലണ്ടുമായിട്ടുള്ള മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര വിജയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ട് ശരിക്കും നാണം കെട്ടു. ഇന്ത്യൻ ബൗളേഴ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒടുവിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ഇന്ത്യ 400+ റൺസിന്റെ മികച്ച വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 445 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ ഇറങ്ങി. അവർക്ക് 319 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഇന്ത്യ ഒരുപോലെ തിളങ്ങി. ഇന്ത്യൻ ബൗളേഴ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ഇന്നിങ്സ് ഇറങ്ങി. ജയ്സ്വാളും രോഹിത് ശർമ്മയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രോഹിത്തിനെ ഫോം ആകാൻ സാധിച്ചില്ല. എങ്കിലും ഒരു ഭാഗത്ത് ജയ്സ്വാൾ അടിച്ചു കളിച്ചു. രോഹിത് പോയ ശേഷം വന്നത് ഗില്ലായിരുന്നു. ഗില്ലും ജയ്സ്വാളും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. രണ്ടുപേരും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ജയ്സ്വാൾ ഇന്ന് ഡബിൾ സെഞ്ചുറിയാണ് അടിച്ചുകൂട്ടിയത്. 214 റൺസ് ജയ്സ്വാൾ നേടി. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ല് 91 റൺസാണ് എടുത്തത്. പിന്നീട് വന്ന രജിത് പട്ടിഡാർ ഡെക്കിലാണ് പുറത്തായത്. ശേഷം ഇന്ത്യയുടെ നട്ടലായത് സർഫറാസ് ഖാനായിരുന്നു. സർഫറാസും ജയ്സ്വാളും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ ഇന്ത്യ കൂറ്റൻ ടാർഗറ്റാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. 557 റൺസിന്റെ ടാർഗറ്റ് ഇംഗ്ലണ്ടിന് കൊടുത്തു. ശേഷം ഇന്ത്യ ഡിക്ലെയർ ചെയ്തു. പിന്നീട് ഇംഗ്ലണ്ട് ഇന്ന് സെക്കൻഡ് ഇന്നിങ്സിന് ഇറങ്ങി. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 51 റൺസിൽ അവരുടെ 7 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ജഡേജയും കുൽദീപ് യാദവും കൂടി ഇംഗ്ലണ്ട് ടീമിനെ എറിഞ്ഞിട്ടു. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ഒടുവിൽ ഇന്ത്യയുടെ ബോളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ഇന്ത്യക്ക് കൂറ്റൻ റൺസിന്റെ വിജയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജയ്സ്വാളിന് തന്നെയാണ്. താരത്തിന്റെ ഡബിൾ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. മൂന്നാമത്തെ ടെസ്റ്റും അങ്ങനെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ത്യ പരമ്പരയിൽ 2-1 മുന്നിലായിരിക്കുകയാണ്. ഇനി ബാക്കി 2 ടെസ്റ്റും കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.